സജി ചെറിയാൻ ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കാനാണ് തീരുമാനം. BJP പ്രതിഷേധമായി ഭരണഘടനാ ദിനമായി ആചരിക്കും. നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന സിനിമ സാംസ്കാരിക വകുപ്പുകൾ തന്നെ സജി ചെറിയാന് ലഭിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇതോടെ VN വാസവൻ, V അബ്ദുൾ റഹ്മാൻ എന്നിവരുടെ മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച വിശദാംശങ്ങളെല്ലാം എല്ലാവർക്കും ലഭ്യമായി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് അദ്ദേഹത്തിന് പഴയ വകുപ്പുകൾ തന്നെയാണോ ലഭിക്കുക, അല്ലെങ്കിൽ അധികമായി ഏതെങ്കിലും ലഭിക്കാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാവും വകുപ്പുകളുടെ വിഭജനം സംബന്ധിച്ച ലഭ്യമായ സൂചനകൾ? കിരൺ, യുവജനകാര്യം, സിനിമാ സാംസ്കാരികം, ഫിഷറീസ് വകുപ്പുകളായിരുന്നു പ്രധാനമായും സജി ചെറിയാൻ മന്ത്രിയായിരുന്നപ്പോൾ കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹം രാജിവെച്ചപ്പോൾ ഒരു പുനഃക്രമീകരണത്തിലൂടെ വകുപ്പുകളിൽ മാറ്റമുണ്ടായി. സിനിമയും സാംസ്കാരിക വകുപ്പും VN വാസവന് നൽകി. യുവജനകാര്യം മുഹമ്മദ് റിയാസിന് കൈമാറി. ഫിഷറീസ് വകുപ്പ് അബ്ദുൾ റഹ്മാനാണ്. ഇതിൽ സിനിമാ സാംസ്കാരിക വകുപ്പുകൾ ഉറപ്പായും സജി ചെറിയാന് തിരികെ ലഭിക്കും. ഫിഷറീസ് വകുപ്പും ലഭിക്കാൻ ഇടയുണ്ട്. കാരണം വിഴിഞ്ഞം സമരം നടക്കുമ്പോഴൊക്കെ വിഴിഞ്ഞം സമരം തീർക്കാനുള്ള ഇടപെടലുകൾ കാര്യക്ഷമമായിരുന്നില്ല. ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുടെയും അതുമായി ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുടെയും പ്രവർത്തനം കാര്യക്ഷമമായിരുന്ന വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് സമരം ദീർഘമായി അങ്ങനെ നീണ്ടുപോയത്. അതുകൊണ്ട് തന്നെ സജി ചെറിയാനെ പോലെ കാര്യക്ഷമതയുള്ള ഒരാൾ ആ വകുപ്പിലേക്ക് വരണമെന്ന ആഗ്രഹം, വളരെ സെൻസിറ്റീവായ ഒരു വകുപ്പ് കൂടിയാണ് ഫിഷറീസ് എല്ലാ കാലത്തും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിഷയങ്ങൾ കത്തിനിൽക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ആ വകുപ്പ് സജി ചെറിയാന് നൽകണമെന്ന ആവശ്യം നൽകുമെന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ യുവജനകാര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇനിയൊരു മാറ്റമുണ്ടാകാൻ ഇല്ലാതെയുള്ളൂ. ബാക്കി എല്ലാ വകുപ്പുകളും സജി ചെറിയാൻ ലഭിക്കാനാണ് സാധ്യത. ഏതായാലും അത് ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകും. ഏതൊക്കെ വകുപ്പുകളാണ് ഇത്തരത്തിൽ സജി ചെറിയാൻ നൽകേണ്ടതെന്ന കാര്യത്തിൽ ഗവർണർ കത്ത് നൽകുന്നത്. അത് പിന്നീട് രാജ്ഭവൻ അംഗീകരിച്ച് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടുകൂടി മാത്രമേ വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമാകൂ. ഏതായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ സജി ചെറിയാൻ ലഭിക്കും. കാരണം അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, പ്രധാന നേതാക്കളിൽ ഒരാളാണ്, മികച്ച മന്ത്രി എന്ന പേരെടുത്ത ഒരു നേതാവ് കൂടിയാണ് സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ മികച്ച വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ സജി ചെറിയാൻ ലഭിക്കും. അത് ഇന്ന് വൈകിട്ടോടുകൂടി അറിയാം. സത്യപ്രതിജ്ഞയുടെ ഒരുക്കങ്ങളെല്ലാം രാജ്ഭവനിൽ പൂർത്തിയായിരിക്കുന്നു. തീർത്തും ലളിതമായൊരു ചടങ്ങ് മാത്രമാകും നടക്കുക. പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാക്കൾ ആരും അവിടെ പങ്കെടുക്കില്ല. ഭരണഘടനാ വിരുദ്ധ ദിനമായി ഇന്ന് ആചരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റിൽ വകുപ്പുകൾ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാക്കി കാണുമല്ലോ. അവസാന തീരുമാനമെടുക്കുന്നത് മുഖ്യമന്ത്രി ആണെങ്കിൽ തന്നെയും വകുപ്പുകൾ സംബന്ധിച്ച ചില ചർച്ചകൾ കൂടി സെക്രട്ടേറിയറ്റിൽ നടക്കേണ്ടതല്ലേ? അത്തരം ചർച്ചകൾ ഓൾറെഡി നടന്ന് കഴിഞ്ഞിട്ടുണ്ടോ? സെക്രട്ടറി സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുകയാണ്. സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് ഗവർണറെ സമീപിക്കാനും വകുപ്പുകളുടെ കാര്യമൊക്കെ മുഖ്യമന്ത്രി തന്നെയാണ് ചുമതലപ്പെടുത്തിയത്. സജി ചെറിയാന് നേരത്തെ ഭരിച്ചിരുന്ന വകുപ്പുകൾ നൽകണമെന്നൊരു പൊതുധാരണയും CPM-ൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായ ഒരു ചർച്ചയ്ക്കിനി വഴിയില്ല. പകരം മുഖ്യമന്ത്രി തന്നെ തീരുമാനിച്ച് അറിയിക്കുകയാകും ചെയ്യുക. VN വാസവൻ ഏതായാലും വകുപ്പ് ഒഴിയാനുള്ള, സിനിമാ സാംസ്കാരിക വകുപ്പ് ഒഴിയാനുള്ള നടപടികൾ നേരത്തെ തന്നെ തുടങ്ങിയതായി വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ സാംസ്കാരിക വകുപ്പുകൾ സജി ചെറിയാനിലേക്ക് മടങ്ങിയെത്തുമെന്ന് ഉറപ്പാണ്. മറ്റു വകുപ്പുകളുടെ കാര്യത്തിലാണ് ഇതിൽ വ്യക്തത വരേണ്ടത്. അരുൺ, ഇത് ചോദിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് അല്പം മാറി ഒരു വിഷയം കൂടി ഇന്ന് പലയിടത്തും വരുന്ന ഒരു വാർത്തയായി വരുന്നത്, ഈ സജി ചെറിയാന് മന്ത്രിസ്ഥാനം ലഭിക്കാൻ വളരെ കേസ് തീരുന്നു, അതിന് പെട്ടെന്ന് തന്നെ മന്ത്രിസ്ഥാനം ലഭിക്കുന്നു. എന്നാൽ കേസ് ഹൈക്കോടതി തന്നെ അവസാനിപ്പിച്ചിട്ടും 11 മാസത്തോളമാണ് EP ജയരാജന് കാത്തിരിക്കേണ്ടി വന്നത്. ഈ അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി ഇനി പാർട്ടിയിൽ ഉയർന്നു വരാനുള്ള സാധ്യത ഇപ്പോൾ, പ്രത്യേകിച്ച് EP ജയരാജൻ ഇത്തരത്തിൽ പാർട്ടിയുമായൊക്കെ അല്ലെങ്കിൽ പിണറായി വിജയനുമായൊക്കെ ചെറിയ അസ്വാസ്ഥ്യത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത്തരം ചർച്ചകൾ കൂടി ഇനി ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ? നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഒരു അനീതി EP ജയരാജനോട് പാർട്ടി ആ ഘട്ടത്തിൽ കാട്ടിയ തരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ EP ജയരാജൻ 669 ദിവസത്തോളം മാറി നിന്നതിനപ്പുറത്തേക്ക് AK ശശീന്ദ്രൻ്റെ വിഷയം വന്നപ്പോൾ വളരെ പെട്ടെന്ന് ഇദ്ദേഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് പകുതി ദിവസം മാത്രമെടുത്ത് ശശീന്ദ്രൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരുന്നു. രാജി വിഷയത്തിലും അത്തരമൊരു പെട്ടെന്നുള്ളൊരു തീരുമാനം BP ജയരാജൻ്റെ രാജി വിഷയത്തിലും ഉണ്ടായെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ ഇനി ആ വിഷയം കാര്യമായി അങ്ങ് ചർച്ചയാകാനോ ഏതെങ്കിലും വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലാനോ സാധ്യത വിരളമാണ്. എങ്കിലും അത്തരമൊരു കാര്യം കൂടി കാര്യത്തിൽ പറഞ്ഞു പോകേണ്ടത് തന്നെയാണ്. സജി ചെറിയാനും വളരെ വേഗത്തിൽ മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്താൻ ജൂലൈ 6-നാണ് അദ്ദേഹം 2022 ജൂലൈ 6-ന് അദ്ദേഹം രാജിവെക്കുന്നത്. 6 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് സജി ചെറിയാൻ
മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുകയാണ്. അതും ഒരു കേസ് നിലനിൽക്കെ സ്വാഭാവികമായും സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് വേഗം മടങ്ങിയെത്തണമെന്ന മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം നിലപാട് തന്നെയാണ് അതിൽ പ്രധാനം. സജി ചെറിയാന്റെ ഭാഗത്ത് വീഴ്ചയൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ നിന്ന് CPM വിലയിരുത്തിയതാണെങ്കിലും ധാർമ്മിക വശങ്ങൾ, മന്ത്രി എന്ന പദവി ഇരിക്കുന്നയാൾ ഇത്തരത്തിൽ ഭരണഘടനയെ വിമർശിക്കാമോ എന്ന ധാർമ്മിക ചോദ്യം തുടങ്ങിയവ ഉയർത്തിയാണെന്ന് സജി ചെറിയാൻ രാജിവെക്കാൻ CPM നിർദ്ദേശിച്ചത്. ഏതായാലും സജി ചെറിയാൻ വളരെ വേഗത്തിൽ മടങ്ങി വരുന്നു. സജി ചെറിയാനെ പോലുള്ള ഒരു മന്ത്രിയുടെ സാന്നിധ്യം ക്യാബിനറ്റിൽ അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി കരുതുന്നുകൊണ്ട് തന്നെയാണ് തീരുമാനമുണ്ടായത്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്.